ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലിരിക്കുമ്പോൾ മക്കയിൽ നിന്നും കുറച്ചാൾക്കാർ വന്ന്, അഥവാ ചതിയിലൂടെ ഇസ്ലാമിനെ എങ്ങനെ ആളുകളെ കൊല്ലാം, കാരണം ബദറിൻ്റെ ആ ഒരു വൈരാഗ്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഹബീബായ തങ്ങളെടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. മക്കയിൽ കുറേ ഖുർആൻ ഓതാൻ ഞങ്ങൾക്ക് പഠനമില്ലാത്തത് കൊണ്ട് കുറേ ഇവിടുത്തുള്ള ആഫ്ലീങ്ങളെ, അഥവാ 10 സഹാബാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കൂടെ അയക്കുകയും അവർ യാത്ര തിരിച്ചു മക്കയിലേക്ക്. മക്കയുടെ ഏകദേശമടുത്തായി റജി എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവരുടെ തനിക്കൊണം കാണിക്കാൻ തുടങ്ങി. ഏകദേശം 200ഓളം ആയുധവുമായി ഈ 10 പേരെ വധിക്കുവാനായി അവർ നിർദ്ദേശം നൽകുകയാണ്. ധീരമായ പോരാട്ടം ശത്രുക്കൾ പറഞ്ഞു, നിങ്ങൾ കീഴടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അഭയം നൽകാം, അഥവാ ജീവിതം നൽകാം എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സത്യനിഷേധിയുടെയും സംരക്ഷണം എനിക്ക് വേണ്ട. അദ്ദേഹം പോരാടി രക്തസാക്ഷിയായി അള്ളാഹുവിലേക്ക് യാത്ര തിരിഞ്ഞു. മറ്റേഴു പേരും കൊല്ലപ്പെടുകയും 3 പേരൊഴികെ അവർ തടവിൽ വെച്ചു. അവർ നേരെ ഖുറൈശികളെടുത്ത് കൊണ്ടുകൊടുത്താൽ അവർക്ക് നല്ല സമ്പത്ത് കിട്ടുമെന്ന് മറ്റുള്ള കൂട്ടത്തിലുള്ള ഒരാൾ പറയുകയും, അങ്ങനെ ഒരാൾ അതിൽ ഓടി രക്ഷിക്കാനായി പോകുമ്പോൾ ഒരു സഹാബിയെ കൊല്ലുകയും, അങ്ങനെ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചെന്നറിഞ്ഞപ്പോൾ വേറൊരു സ്ത്രീക്ക് ആഗ്രഹം. ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ തലയോട്ടിയിൽ മദ്യമൊഴിച്ച് എനിക്ക് ലഹരിയായി കുടിക്കണമെന്ന് ആശയ, നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവിടുത്തെ ശത്രുക്കൾ അവിടുന്ന് തലയോട്ടിയുമായി കൊണ്ടു ചെന്നപ്പോൾ അതാ ഒരു കൂട്ടം തേനീച്ച വന്ന് അള്ളാഹു അവിടെ സംരക്ഷണം നൽകുകയാണ്. പിന്നെയും ആ ഒരു മഴ വെള്ളപ്പാച്ചിലൂടെ ആ മയ്യത്ത് ജനാസ എങ്ങോട്ടോ ഒഴുകുകയെന്നാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ളത് ബാക്കി 2 സഹാബിമാരുടെ വളരെ ത്യാഗമേറിയ ചരിത്രമാണ്. അവർ 10 പേരെ 8 പേരെയും അവർ വകഭരുത്തി, 2 പേരെ അവർ ഖുറൈശികൾക്ക് കൈമാറാൻ വേണ്ടി ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെയും സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയും അവർ ഖുറൈശികൾക്ക് വിലയ്ക്ക് നൽകുവാനായി അവർ ഒരുങ്ങുകയായി. അനസ് ബിൻ അംറിൻ്റെ മകൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവർ വിലയ്ക്ക് വാങ്ങുകയും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ തടങ്കലിടുകയും ചെയ്തപ്പോൾ പിൽക്കാലത്ത്, അഥവാ പിന്നീട് ഹാരിസിൻ്റെ മകൾ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നും അവർ പട്ടിണിക്കിടുമായിരുന്നു. എന്നാലും ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്തൊരു പൂല മുന്തിരി പോലും കിട്ടാത്തപ്പോൾ ഹുബൈബിൻ്റെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു തആല എപ്പോഴും ഒരു കുല മുന്തിരി, അതുകൊണ്ടായിരുന്നു ആ ജീവിതം. കുറേ കാലം തടവിൽ കിടന്നപ്പോൾ അവിടുന്ന് ഖുറൈശികൾ നാളെ വധിക്കുവാനായി ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ മഹാനവറുകൾ പറയും, എനിക്ക് ശൗചം ചെയ്യാനായി ഒരു കത്തിയോ അല്ലെങ്കിൽ മൂർച്ചയുള്ള ഏതെങ്കിലും ഒന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ 40 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ അഥവാ മുടികൾ നീക്കുവാൻ ഹബീബായ തങ്ങൾ കൽപ്പിച്ച പ്രകാരം അത് വളർന്ന് കാട് കിടക്കുന്നതിന് കാരണമായി അത് നീക്കുകയാണ്. അപ്പോൾ ഒരു കത്തി ആ കുഞ്ഞിൻ്റെ കയ്യിൽ അറിയാതെ പെട്ടെന്ന് ആ പെണ്ണിൻ്റെ ബുദ്ധി ശൂന്യമായ ആ കത്തി കൊണ്ട് കൊടുക്കുമ്പോൾ നാളെ വധിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ ആ പെണ്ണിൻ്റെ മനസ്സിലൊരു ചിന്ത വരികയാണ്, ഈ കുഞ്ഞിനെ ഞാനെങ്ങാനും വധിക്കുമോ, കാരണം ആ കുഞ്ഞിനെ അദ്ദേഹം വധിക്കുമോ എന്നുള്ള ചിന്തയായി. കാരണം ഒരു ശത്രുവിൻ്റെ കയ്യിലാണല്ലോ ഞാൻ കൊടുത്തിരിക്കുന്നു, നാളെ അദ്ദേഹത്തെ വധിക്കുവാനും പോവുകയാണ്, ഇതിൻ്റെ കാരണമായി എൻ്റെ മകളെ വകവരുത്തുവോ എന്ന് ആശ്ചര്യപ്പെടുമ്പോൾ അവിടുന്ന് വിളിച്ചു പറയുകയാണ്, ഒരിക്കലുമില്ല. അല്ലാഹു ജല്ല ജലാലുഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു നിരപരാധിയെപ്പോലും നിങ്ങൾ കൊന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ കൊല്ലുമെന്നാണ്. ഞാൻ എൻ്റെ റബ്ബിനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് യാത്ര തിരിക്കാനുള്ളതാണ്. അതിനെക്കൊണ്ട് ഞാൻ റബ്ബിൻ്റെ തൃപ്തി നേടുന്നതിനെ കൊണ്ട് ഒരിക്കലും എനിക്ക് സാധിക്കുകയില്ല എന്ന് പുഞ്ചിരിയോടെ അവിടെ പറയുകയാണ്. നാം ഒന്ന് ചിന്തിക്കണം, ഇസ്ലാമിൻ്റെ പേരിൽ പലരെയും ആവശ്യമില്ലാതെ കൊല്ലുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനു വേണ്ടി കൊല്ലുന്നെന്ന് നാം അറിയാത്ത ആ വേളയിലാണ് നാം ചിന്തിക്കുക. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം തൻഈമിലേക്ക് എല്ലാ ജനങ്ങളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ
തൂക്കുമരം അഥവാ കുരിശിലേറ്റാൻ വേണ്ടി പോവുകയാണ്. അതിനു മുന്നോടിയായി ആ സഹാബി ചോദിക്കുകയാണ്, എനിക്ക് അല്പസമയം തരുമോ? എൻ്റെ നാഥനിലേക്ക് ഞാൻ യാത്ര തിരിക്കുന്നതിന് മുന്നായി 2 റക്അത്ത് ഞാൻ നമസ്കരിക്കട്ടെയോ? അങ്ങനെ അവിടെ 2 റക്അത്ത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ നമസ്കരിച്ച് കൊണ്ടുവരികയാണ്. കാരണം നിങ്ങൾ തൂക്കിലേറ്റു നിന്ന സമയം വൈകണ്ട എന്ന് വെച്ച് ഞാനൊരു ഭീരുവല്ല. കാരണം ഞാൻ എൻ്റെ റബ്ബ് തന്ന ഈമാൻ കൊണ്ട് നിലനിൽക്കുകയാണ്. അതിനെക്കൊണ്ട് നിങ്ങൾ എനിക്ക് ഈ സമയമല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിനോട് ആനന്ദപരമായി ഞാൻ നിസ്കരിച്ചു കൊണ്ട് നിന്നേനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് പോകാൻ നേരമായി. അതിനെക്കൊണ്ട് ഞാൻ വേഗം വന്നതാണ്. അങ്ങനെയാണ് ആദ്യമായാണ് അങ്ങനെ മരണത്തിനു മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ആദ്യമായി ഈ സഹാബിയാണ് ഇസ്ലാമിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഹബീബായ തങ്ങൾ അതിന് ശരിവെക്കുകയും അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് അങ്ങനെ ആ തൂക്കുമരത്തിൽ അഥവാ കുരിശിലേക്കേറ്റി ഓരോ കുത്തുകളും കുന്തങ്ങൾ കൊണ്ടും അവർ കുത്തുകയാണ്. ഓരോ വേദനകൾ അനുഭവിക്കുമ്പോൾ നിനക്ക് ഞങ്ങൾ അഭയം നൽകാൻ ഈ സ്ഥാനത്ത് ഈ കുത്തുന്ന ഓരോ കുത്തും ഹബീബായ തങ്ങൾ ആണെന്ന് വിചാരിച്ചാൽ നിന്നെ ഞാൻ ഒഴിവാക്കാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹബീബിനെ ഒരു മുള്ളുപോലും തറയ്ക്കാൻ ഞാൻ അവിടുന്ന് നിങ്ങൾ എൻ്റെ ശരീരത്തെ ഛന്നഭിന്നമായി ആക്കിയാലും എൻ്റെ റബ്ബ് എന്തിനും കഴിവുള്ളവനാണ്. അവൻ എന്നെ ഒരുമിച്ച് കൂട്ടാൻ ഏറെ കഴിവുള്ളവനാണ്. എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നതാണ് എനിക്കിഷ്ടമെന്ന് അവിടെ പറയുകയാണ്. അവിടുന്ന് പറയുകയാണ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങൾ എൻ്റെ ചാരത്തില്ലല്ലോ എന്ന് അവിടെ വേവലാതി പറയുകയാണ്. അപ്പോൾ അവിടുന്ന് അസ്സലാമു അലൈക യാ സയ്യിദി എന്ന് പറയുമ്പോൾ തീർച്ചയായും ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ അടുത്ത് വന്നുകൊണ്ട് ഹബീബായ തങ്ങൾ മദീനത്തിരിക്കുകയാണ്. അപ്പോൾ സഹാബി ഇടടുത്തിരുന്ന് ചോദിക്കും, എന്താണ് അവിടുന്ന് വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്, എനിക്ക് വേണ്ടി മരണക്കിടക്കയിൽ വെച്ച് ഹബീബായ തങ്ങൾക്ക് വേണ്ടി സലാം പറഞ്ഞു ഹുബൈബ്. ജിബ്രീൽ അലൈഹിസ്സലാം എനിക്കിപ്പം വഹിയുമായി നൽകുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ബൈത്തുകൾ പാടുകയാണ് അല്ലാഹുവിലേക്ക്. على حجم كان في لله مسرئي وذلك في ذات الإله وإبشار يبارك على شريف ممسئي ശത്രുക്കളെ ഓരോ കുമ്പോഴും അവിടുന്ന് വേദനിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു മുസ്ലിം കൊല്ലപ്പെടുമ്പോൾ എനിക്ക് യാതൊരു ഏത് വശത്തിനാലോ ഏത് വശത്തിനാലോ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഞാൻ അവൻ ഉദ്ദേശിക്കുകയാണ് കഷ്ണങ്ങളാക്കപ്പെട്ട ശരീരങ്ങളെയെല്ലാം അവൻ സുഗന്ധങ്ങളാക്കുവാൻ അനുഗ്രഹിക്കുകയും ത്യാഗം ചെയ്ത എത്ര വേദനാജനകമാണ്. നാം ഒന്ന് ചിന്തിക്കണം. നമുക്ക് കിട്ടുന്ന സുഖങ്ങൾ, ദീനിനെന്നും പറഞ്ഞ് നാം കാണിക്കുന്ന ഓരോ നിമിഷവും കാണിക്കുന്ന അഹങ്കാരങ്ങൾ എത്ര വലുതാണ്. എല്ലാവരും നാം ഒന്ന് ചിന്തിക്കണം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ, അവർ ദീനിനു വേണ്ടി ഓരോ നിമിഷവും അവരുടെ ജീവൻ തന്നെ, അവരുടെ ഓരോ അവയവങ്ങളും കീറി മുറിച്ചപ്പോൾ അവർ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ലയിച്ചു കൊണ്ടാണ് അവർ അള്ളാഹുവിലേക്ക് മുന്നേറിയത്. നാം ഓരോ നിമിഷവും സ്നേഹത്തിലും വിനയത്തിലും അള്ളാഹുവിനോട് ശുക്ർ കൊണ്ടുകൊണ്ടും എല്ലാം, പ്രത്യേകിച്ച് സയ്യിദ് ബിൻ ദസിന്ന റളിയല്ലാഹു അൻഹുവും കൂടെ ഉണ്ടായിരുന്നു. ആ മഹാനവറുകളെയും ഇതേപോലെയാണ് വധിച്ചത്. വളരെ വിഷമത്തോടുകൂടി അവിടുന്ന് അബൂ സുഫിയാൻ ഒരു സ്ഥലത്ത് ഈമെന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ എല്ലാവരും ഒത്തുകൂടുമ്പോൾ അവിടെ വീണ്ടും മരത്തിൽ കെട്ടിയിട്ട് ഒരടിമയെക്കൊണ്ട് കുന്തം കൊണ്ട് കൊത്തുവാനായി സമർപ്പിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, ഈ കുന്തം കൊത്തുന്നത് ഹബീബിൻ്റെ ദേഹത്താണെന്ന് നീ വിചാരിച്ചാൽ നിനക്ക് ഞാൻ മോചനം നൽകാം. അപ്പോൾ നാം ഒന്ന് ചിന്തിക്കണം. ജീവൻ നിലനിർത്തുമെന്നും പല
പ്രായങ്ങളും നാം കാണിക്കുന്ന ജീവന് വേണ്ടി എന്തിനും ദീൻ വിറ്റുകളയുന്ന മുനാഫിക്കുകളെ നാം ഒന്ന് ഓർക്കണം. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എൻ്റെ ഹബീബിനെ ഒരു മുള്ളുപോലും തറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവിടെ വിളിച്ചൊച്ചത്തിൽ പറയുകയാണ്. എന്നെ കൊല്ലുന്നെങ്കിൽ നിങ്ങൾ കൊന്നോളൂ, എൻ്റെ റബ്ബ് എന്നെ സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ നിന്നും അവിടുത്തെ നൂറ് പകർന്നത് കൊണ്ട് ഈമാൻ്റെ നിറകുടമായി നാം ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ ഓരോ നിമിഷങ്ങളും ഇന്ന് നാം എന്തിനു വേണ്ടി ചിലവഴിക്കണം? അള്ളാഹു നമുക്ക് നൽകിയ ഓരോ നിഅമത്തുകളും എത്ര വലുതാണ്. പ്രത്യേകിച്ച് റജബ് മാസമാണ്, അള്ളാഹുവിൻ്റെ മാസമാണ്. തീർച്ചയായും അവനിലേക്ക് നാം അടുക്കേണ്ടി വരും. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ മുന്നിലേക്ക് നാം പോകേണ്ടി വരും. മണ്ണോട് മണ്ണലിഞ്ഞു ചേരുമ്പോൾ തീർച്ചയായും അവിടെ ഒരു നൂറ് വേണ്ടി വരും. തീർച്ചയായും ഹബീബായ തങ്ങളുടെ ശഫായത്ത് വേണ്ടി വരും. അവിടത്തേക്ക് സ്വലാത്തുകൾ നാം ചൊല്ലിക്കൊണ്ട് ഓരോ സഹാബക്കളും എത്രമാത്രം ഹബീബായ തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. എന്താണ് ഹബീബിനോടുള്ള പ്രണയം? അവിടുത്തെ തിരുസുന്നത്തുകളാണ്. അവിടുത്തെ തിരുസുന്നത്തുകൾ, അവിടുത്തെ നടത്തവും ഇരുത്തവും ഉറക്കവുമെല്ലാം നാം പിന്തുടരുന്നാൽ മാത്രമാണ് സുന്നത്തിൽപ്പെടുക. സുന്നത്ത് പട്ടിണി പാവങ്ങളെ വിശപ്പകറ്റിക്കൊണ്ട്, സ്നേഹിക്കുന്നവരെ ബഹുമാനം കൊടുത്തുകൊണ്ട്, മാതാപിതാക്കളെ പുഞ്ചിരി നൽകിക്കൊണ്ട്, ഉമ്മാൻ്റെ മുഖത്ത് നോക്കുന്നത് ഹജ്ജിൻ്റെ കൂലിയാണെന്ന് പഠിപ്പിച്ച തിരുസുന്നത്ത്. തീർച്ചയായും നാം വിധവകളെ സംരക്ഷിക്കുന്ന കൂട്ടത്തിലും അവർക്ക് വേണ്ടി നാം നല്ല ഗുണങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലുമാക്കണം. കാരണം അതെല്ലാം അവിടുത്തെ സുന്നത്തുകളാണ്. നാം ഈ ലോകത്ത് അന്യമതസ്ഥരുണ്ട്, അവരുടെ ബഹുമാനം നാം കണക്കിലെടുക്കുക. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനോട് സംസാരിച്ചത് വളരെ ആദരവോട് സംസാരിക്കാനാണ് നമ്മുടെ യജമാനൻ പഠിപ്പിച്ചിട്ടുള്ളത്. സ്നേഹത്തിൻ്റെ കാരുണ്യമാനാണ് നമ്മുടെ റബ്ബ്. സ്നേഹമെന്താണെന്ന് അത് പഠിപ്പിച്ചു തന്നത് ഹബീബാണ്. ആ ഹബീബിനെയും സ്നേഹിച്ചുകൊണ്ട് ആ പാതയിലേക്ക് നമുക്ക് പിന്തുടരുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു ഈ ലോകത്തോട് നാം വിട പറയുമ്പോൾ നാം നല്ല മുഅ്മിനീങ്ങളാകുവാൻ വേണ്ടിയാണ് ഈ പറഞ്ഞതെല്ലാം. ഹബീബായ തങ്ങൾ കേൾക്കുന്ന കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയ മുത്തക്കീങ്ങളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.